ഹായ് ഓൾ, അസ്സാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഇന്നിപ്പോൾ നമ്മൾ വീഡിയോ സ്റ്റാർട്ട് ചെയ്യുന്നത് മക്കളെല്ലാവരും സ്കൂളിൽ പോയിട്ടുണ്ട്. അവർക്ക് ഇന്ന് ഒരു സെലിബ്രേഷൻ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ക്രിസ്മസിൻ്റെ. പിന്നെ നല്ല തിരക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്രയും തിരക്ക് പിടിച്ച ദിവസങ്ങളാണ്. ഇപ്പോൾ ലാസ്റ്റ് നമ്മളൊരു വീഡിയോ ഒക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. നമ്മൾ സാധനം റീസ്റ്റോക്ക് ചെയ്തിട്ടുണ്ട്, ഒരുപാട് ഓർഡർ കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതിൻ്റെ കുറേ വർക്കൊക്കെ ഉണ്ടായിരുന്നു. അത് അപ്പുറത്ത് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്, ഞാൻ കാണിക്കാം കേട്ടോ. പിന്നെ നമ്മുടെ ഇവിടുത്തെ ഇപ്പോൾ കിച്ചൻ്റെ വർക്കും പിന്നെ ബാക്കിയുള്ള അവസ്ഥകളൊക്കെ എന്താണെന്നുള്ളത് ഇതിൽ കാണിക്കാമെന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ മുടക്കണ്ടെന്ന് വിചാരിച്ചിട്ട് ഇപ്പോൾ വന്നിട്ടുണ്ട്. അപ്പോൾ ഏതായാലും ഇന്നാളൊരു കമൻ്റ് ഉണ്ടായിരുന്നു, മക്കാന ഉണ്ടാക്കുന്നത് കാണിക്കുമെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഏതായാലും ഉണ്ടാക്കണം. കുറേ ദിവസമായിട്ട് ഞാൻ വാങ്ങി വെച്ചിട്ട്, പിന്നെ കുട്ടികൾ സ്കൂളിൽ വിട്ട് വരുമ്പോൾ വേറെ കാര്യമായിട്ട് സ്നാക്സ് കാര്യങ്ങളൊന്നും ഇല്ല. അപ്പോൾ ഇതാക്കി വെക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. ഇതാണ് നമ്മുടെ മക്കാന. എന്താണെന്നുള്ളത് കാണിച്ചു തരാം. കുട്ടികൾക്ക് നല്ല ഹെൽത്തിയാണ്. ചെറിയ ഇത് എത്ര ഉണ്ടാക്കി വെച്ചാലും പെട്ടെന്ന് അങ്ങോട്ട് തീരും. നമ്മൾ വെയിറ്റ് ലോസ് ഒക്കെ ആഗ്രഹിക്കുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ കഴിക്കാൻ പറ്റിയ നല്ല സാധനമാണ്. പിന്നെ ഞാൻ കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടുള്ള സാധനമൊക്കെ വാങ്ങി വെച്ചിട്ടുണ്ട്. 1.5 മാസത്തിന് മേലെ ഇതുവരെ ഒന്നും ഉണ്ടാക്കിയിട്ടില്ല. അപ്പോൾ ഇല്ലേ, ഇവിടുത്തെ ഒരവസ്ഥ ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഈ റൂമില്ലേ, ഈ ഒരു വാർഡ്രോബ് നമുക്ക് പെയിൻറ്റ് ചെയ്യണം. അപ്പോൾ സാധനമൊക്കെ മാറ്റി മൊത്തം ഇവിടെ എല്ലാം വലിച്ച് വാരി ഇട്ടിരിക്കുകയാണ്. കണ്ടില്ലേ, ബെഡിലാണ് വെച്ചിട്ടുള്ളത്. പെട്ടെന്ന് തീരും വിചാരിച്ചാൽ അതാണെങ്കിൽ തീരണില്ല. അതുകൊണ്ട് ഇനിയിപ്പോൾ ഇന്ന് ഉച്ചയ്ക്ക് ശേഷം ഈ വാർഡ്രോബ് ഒന്ന് പെയിൻ്റ് അടിപ്പിക്കാൻ പറയാമെന്ന് വിചാരിച്ചിട്ടുണ്ട്. ബെഡ്റൂമിൻ്റെ അത്യാവശ്യമൊക്കെ കഴിഞ്ഞു. പിന്നെ അവിടെ ഇപ്പോൾ വാർഡ്രോബ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, വാർഡ്രോബിൻ്റെ ഇതൊക്കെ വെച്ചിട്ട്. പിന്നെ നമ്മുടെ കിച്ചൺ, അതിന് മുമ്പ് ഇത് കാണിക്കാം. മഖാന എന്ന് പറയുന്ന ഇതാണ്, അതായത് താമരക്കുരു എന്ന് പറയും. പിന്നെ എൻ്റെ പുരികം ശ്രദ്ധിച്ചോ, ഇതിനൊരു സീക്രട്ട് ഉണ്ട്, ഞാൻ ഇന്ന് പറഞ്ഞുതരാം, കാണിച്ചു തരാം കേട്ടോ. ഇതാണ് താമരക്കുരു. നമ്മൾ ഈ പോപ്കോണൊക്കെ കഴിക്കണ പോലെ നമുക്ക് കഴിക്കാൻ പറ്റും. നല്ല അടിപൊളി സ്വീറ്റായിട്ടും ഉണ്ടാക്കാൻ പറ്റും, എരിവായിട്ടും ഉണ്ടാക്കാൻ പറ്റും. പിന്നെ ഇത് നമ്മുടെ വാർഡ്രോബ് പെയിൻറ്റിങ്ങൊക്കെ കഴിഞ്ഞ് നല്ല സുന്ദര കുട്ടപ്പനായിട്ട് ഇരിക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ വീഡിയോ ഇഷ്ടമായാലും ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ഇപ്പം തന്നെ ചുച്ചുക്കുട്ടി പറയണ പോലെ ഇപ്പം തന്നെ ലൈക്ക് ചെയ്യുക. അപ്പോൾ വാർഡ്രോബിൻ്റെ ഉള്ളിൽ എന്ത് ചെയ്തു എന്നറിയോ, പെയിൻറ്റ് തന്നെയാണ് എല്ലാം ചെയ്തത്. സാധാരണ നമ്മൾ ആ വീട്ടിൽ ചെയ്തിട്ടുണ്ടായിരുന്നത് യു വിന്ന് കിളി പോയിരിക്കുകയാണ്. കണ്ണ് നന്നായിട്ട് തുടിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. PU പെയിൻറ്റ് മോട്ടറിലൊക്കെ വെച്ചാണ് അടിക്കണ്ടായിരുന്നത്. പക്ഷേ ഇപ്പോൾ ഞാൻ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട്, അതായത് പൈസ അധികം ചിലവാക്കാതിരിക്കാനും വേണ്ടിയിട്ട് PU പെയിൻ്റ് അല്ല, നോർമൽ പെയിൻറ്റ് സാധാ പോലെ റോളർ കൊണ്ട് അടിച്ചതാണ്. വലിയ കുഴപ്പമൊന്നുമില്ല, അൽഹംദുലില്ലാഹ് നന്നായിട്ടുണ്ട്. ഈ മറ്റേ പുട്ടി ഒരതേൻ്റെ പൗഡർ പോലെ തന്നെ മെഴുത്തായി. പിന്നെ ഉള്ളിലും അതേപോലെ വോളിലടിക്കുന്ന പെയിൻറ്റ് തന്നെ ചെയ്തു. അപ്പോൾ എക്സ്ട്രാ ഈ ഒരു സംഭവത്തിന് നമുക്ക് വേറെ ചിലവൊന്നും വന്നിട്ടില്ല. ഇനി വേണമെന്നുണ്ടെങ്കിൽ ഇടയിലൊരു തട്ട്, ഇവിടെ ഒരു തട്ടും കൂടെ വെച്ച് നമുക്ക് കൂടുതൽ പാത്രങ്ങളൊക്കെ വെക്കാൻ പറ്റുമെന്ന് വിചാരിക്കണം. കണ്ടില്ലേ എത്ര ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടാണ് നമ്മളിതിനെ സുന്ദരനാക്കിയെടുത്തത്. സുന്ദരം വേണ്ട, സുന്ദരി മതി. പിന്നെ താഴെ ഇപ്പോൾ തൽക്കാലം പാത്രങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇടയിൽ എന്തെങ്കിലും വെക്കണമല്ലോ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ആക്കിയതാണ്. പിന്നെ അടുത്തത് നമ്മുടെ ഈ ഒരു സൈഡ് നല്ല അടിപൊളിയായില്ലേ. ആദ്യത്തെ ലുക്കിനേക്കാളും മുകളിൽ പെയിൻറ്റ് ചെയ്യണം എന്നുണ്ട്. നിങ്ങൾ എന്താ നിങ്ങളുടെ അഭിപ്രായം പറയട്ടാ. ഒരുപാട് ചിലവാക്കണ്ടെന്ന് വിചാരിച്ചിട്ടാണ്. പിന്നെ ഈ ഒരു കോർണറിൽ നമ്മൾ ഇതുപോലെ നമ്മുടെ പഴയ പാത്രങ്ങൾ എവിടെ ചോദിക്കണില്ലേ, ഇതൊക്കെ ശരിയായി കഴിഞ്ഞാൽ നമ്മുടെ പഴയ പാത്രങ്ങളൊക്കെ സുന്ദരന്മാരായിട്ട് ഇതുപോലെ വയ്ക്കും. പിന്നെ ഈ താഴെ ഇപ്പോൾ തൽക്കാലം ഇവിടുത്തെ ഈ പണികൾ കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇവിടെ ഗ്ലാസ് ഇടാൻ പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ ഇൻഷാല്ലാ ഗ്ലാസ് ഇടുന്നുണ്ട്, ഞാൻ കാണിച്ചിടാം. എൻ്റെ മുഖം കാണിക്കൂ റോബർട്ട്. അപ്പോൾ ഇവിടെ വന്നിട്ട് ഇതിൻ്റെ ഇതിലൊക്കെ ഗ്ലാസ് ഇടണം. പിന്നെ അതേപോലെ ഇതിൻ്റെ ഉള്ളിൽ ഗ്ലാസ് തട്ട് അളവ് കൊടുത്തിട്ടുണ്ട്. അത് കിട്ടിക്കഴിഞ്ഞാൽ അത് വെക്കും. അതും ഈ ഗ്ലാസും വെച്ച് കഴിഞ്ഞാൽ ഇവിടുത്തെ തൽക്കാലം പണികൾ കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ നമുക്ക് സമാധാനത്തിൽ സാധനങ്ങളൊക്കെ അടുക്കി വെക്കാനായിട്ട് പറ്റും. പിന്നെ ഇവിടെ ഈ ഒരു ഇത് എന്താ പറയുക, ഇതിന് ഒന്നും ഇപ്പോൾ വേഗം കിട്ടലില്ല, ഒക്കെ മറന്ന് പോവാണ്. കൗണ്ടർ ടോപ്പ് കുറവായതുകൊണ്ട് തന്നെ ഇങ്ങനെ പാത്രങ്ങളൊക്കെ നിരത്തി വെക്കുന്നത്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇതിൻ്റെ ഓപ്പോസിറ്റ് ഇങ്ങനെ സ്ഥലമുണ്ട്, ഇവിടെ ചെറിയൊരു കൗണ്ടർ ടോപ്പ് പോലെ ചെയ്തിട്ട് സ്റ്റൗവിനെ അപ്പുറത്തേക്ക് വെക്കാമെന്ന്. കാരണം ഇപ്പുറത്തല്ല അടുപ്പിൻ്റെ സ്ഥാനം പറയണത്, ഈ ഒരു ഭാഗത്തായിട്ടാണ് വരുന്നത്. അത് ചെയ്യണം എന്നുണ്ട്. പൈസ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇൻഷാല്ലാ അതും കൂടെ ചെയ്യും. പിന്നെ ഇന്ന് നമ്മൾ
പാക്ക് ചെയ്യുന്നുണ്ട്. നമ്മുടെ ബൾക്ക് ഓർഡർ വന്നത്, ബൾക്ക് മീൻസ് ഒരാൾ തന്നെ 4 ഒക്കെ എടുത്തിട്ടുണ്ട്, അവർക്കൊക്കെ പാക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിൻ്റെയൊക്കെ വീഡിയോ കൂടെ ഇതിൻ്റെ കൂടെ വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമുക്കിത് ഉണ്ടാക്കാം. നമുക്ക് ഈ ഒരു മക്കാന പൊരിക്കാൻ വേണ്ടിയിട്ട് മെയിനായിട്ട് വേണ്ടത് മക്കാന, പിന്നെ അടുത്തത് ബട്ടർ കേട്ടോ. ബട്ടറിൽ പൊരിച്ചാലാണ് നല്ല ടേസ്റ്റ് ഉണ്ടാവുക. നമുക്ക് നേരെ കിച്ചണിലേക്ക് പോവാം. പിന്നെ ഞാൻ ഇട്ടിരിക്കുന്ന ഡ്രസ്സ് എൻ്റെ തന്നെ പ്രൊഡക്റ്റാണ്. ഇത് നിങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ കിട്ടില്ല ഗൈസ്, ഇതന്നെ പരിപാടി. കാരണം നമ്മൾ ഓൺ പ്രൊഡക്ഷൻ അല്ലാത്തത് കൊണ്ട് കുറച്ച് പീസസ് ആയിരിക്കും ഉണ്ടാവുക. അത് ഞാൻ ഇട്ട് കാണിക്കുമ്പോഴേക്കും അതുതന്നെ ആയിരിക്കും എല്ലാവർക്കും വേണ്ടി വരുന്നത്. അപ്പോഴേക്കും അത് സോൾഡ് ഔട്ടും ആയിട്ടുണ്ടാവും. ഓൺ പ്രൊഡക്ഷനൊക്കെ സ്റ്റാർട്ട് ചെയ്യണം എന്നൊക്കെ ഉണ്ട്. ഇത് നമ്മൾ സെയിൽ ചെയ്യുന്നുണ്ട് കേട്ടോ. ഈ ഒരു ലൈറ്റർ ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ ഓർഡർ ചെയ്തോളൂ. ഇപ്പം അടുത്ത് ഞാൻ ഇതേ പാന് വെച്ച് കൊടുക്കുന്നുണ്ട്. ഫസ്റ്റ് പാന് വെച്ച് കൊടുത്തു. അതിന് ശേഷം നമുക്ക് ബട്ടർ ഒന്ന് മുറിച്ചെടുക്കണം. ബട്ടർ ഒന്ന് മെൽറ്റാക്കി എടുക്കാം. ഇവിടെയാണല്ലോ ഉണക്കിയ. അപ്പോൾ ഞാൻ ബട്ടർ ഒരു പാത്രത്തിൽ മെൽറ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ വേറൊരു പാത്രം എടുക്കുന്നുണ്ട് കേട്ടോ. ഞാൻ തിരക്ക് പിടിച്ചിട്ടാണ് പണികൾ ചെയ്യണത്. കാരണം ഈ വീഡിയോ ഇത് കഴിഞ്ഞിട്ട് എഡിറ്റ് ചെയ്ത് ഇടുകയും വേണം. പിന്നെ അതിൻ്റെ കൂടെ വേറെ 2 ബ്രാൻഡ് പ്രൊമോഷനും കൂടെ ഉണ്ട്. അവരെന്നിട്ട് പ്രാന്താക്കിക്കൊണ്ടിരിക്കുകയാണ്. എഡിറ്റ് ചെയ്ത വീഡിയോ വീണ്ടും എഡിറ്റ് ചെയ്യിപ്പിച്ച് വീണ്ടും ആക്കിപ്പിച്ച് വീണ്ടും കൊടുക്കാൻ. പിന്നെ വേറൊരു വീഡിയോ ഷൂട്ടും ചെയ്യാനുണ്ട്. ഇതെല്ലാം കൂടെ ഒന്ന് ചെയ്യേണ്ട. അതിൻ്റെ ഇടയിൽ കൂടെ നമ്മുടെ ഓർഡറൊക്കെ കറക്റ്റായിട്ട് ഇന്ന് തന്നെ ഡിസ്പാച്ച് ചെയ്യാൻ വേണം. കാരണം കറക്റ്റ് ടൈമിന് നമുക്ക് സാധനം കൊടുക്കണ്ടേ. അപ്പം ഇന്ന് ഞാൻ മധുരത്തിലുള്ള നമ്മുടെ ഇതാണ് ഉണ്ടാക്കാൻ പോകുന്നത് കേട്ടോ. മക്കാന ഡ്രസ്സ് എങ്ങനെയുണ്ടെന്ന് പറയണം. എനിക്ക് ആഗ്രഹമുണ്ട് ഇതുപോലെയൊക്കെ കുറേ കൊണ്ടുവരണം, നിങ്ങൾക്ക് ചോദിക്കണവർക്കൊക്കെ തരണം എന്നുള്ളത്. പക്ഷേ കുറച്ച് പീസസ് മാത്രമേ ഉള്ളൂ. ഇതൊക്കെ നമ്മൾ പിന്നെ എല്ലാ പീസും ഇട്ട് കാണിക്കാൻ പറ്റുന്നില്ല. കാരണം ഇട്ട് കാണിക്കുമ്പോഴേക്കും പിന്നെ എല്ലാവർക്കും അതന്നെ വേണ്ടി വരും. എല്ലാം ഇട്ടാൽ നന്നായിരിക്കും. ഞാൻ ഓരോ ഡ്രസ്സും എടുക്കുന്നത് എനിക്ക് സ്വന്തമായിട്ട് എടുക്കുകയാണെങ്കിൽ ഞാനിട്ട് എങ്ങനെ ഉണ്ടാവും, നന്നായിരിക്കുമോ എന്ന് നോക്കിയിട്ടാണ് നിങ്ങൾക്ക് വേണ്ടി ഡ്രസ്സുകൾ കൊണ്ടുവരുന്നത് കേട്ടോ. ഇനി ഇത് പൊട്ടിക്കണം. പൊട്ടിക്കാനുള്ള ആയുധങ്ങളൊന്നും കാണാനില്ല. അപ്പോൾ ഞാൻ എൻ്റെ ശക്തികൾ കൊണ്ടത് പൊട്ടിച്ചിരിക്കുകയാണ്. ഇനിയിപ്പോൾ ഇത് നമ്മുടെ പാനിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. റനക്കുട്ടി ബാത്റൂമിലേക്ക് പോയി. ഇത്ര നേരം റനക്കുട്ടി ഉണ്ടായിരുന്നില്ല. അവളെ കിട്ടിയപ്പോൾ ഒന്ന് ഷൂട്ട് ചെയ്യിപ്പിച്ചതായിരുന്നു. അവിടെ പോയി ഇളക്കണം. ഇതിപ്പോൾ ഞാൻ കൈ കൊണ്ട് ഇളക്കും തോന്നുന്നു. എപ്രാളാണ് എല്ലാം കൂടെ ഒന്നിച്ച് ആ സമയം ആകുമ്പോഴേക്കും തീരണ്ടേന്ന് ആലോചിച്ചിട്ട് ചട്ടുകം കിട്ടി. നന്നായിട്ടൊന്ന് ആ ഒരു ബട്ടറിൽ ഈ സാധനം ഇങ്ങനെ കടന്ന് വെന്ത് മുരിഞ്ഞൊക്കെ കിട്ടണം. അപ്പോൾ കുറച്ച് ഇടുന്നുള്ളൂ, എനിക്ക് സമയമില്ല. ഞാണ് കേട്ടോ ഉണ്ടാവുക ഈ ഒരു സാധനം. ഇത് നന്നായിട്ട് നമുക്ക് സ്ക്രിപ്പീന്ന് ഒക്കെ തെറ്റിയേ പറയുള്ളൂ, ക്രിസ്പി ആയിട്ട് വരണം. അതുവരെ ഇതുപോലെ ഒന്ന് ആക്കിയെടുക്കുന്നുണ്ട്. ഇനി ഇപ്പുറത്ത് ബട്ടർ ഇട്ടയിലേക്ക് നമുക്ക് ഷുഗർ ഇട്ട് കൊടുക്കണം. ഷുഗർ ഒന്ന് മെൽറ്റ് ചെയ്തെടുക്കുക കേട്ടോ. പിന്നെ നമ്മുടെ ഓൺലൈൻ സ്റ്റോറിലേക്ക് എന്തൊക്കെ പ്രോഡക്റ്റ്സ് കൊണ്ടുവന്നാൽ നന്നായിരിക്കും എന്നുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. ഇപ്പോൾ ചെറിയ രീതിക്കാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. ഇതിൽ ഞാൻ ഒരുപാട് സ്ട്രഗിൾ ഇപ്പോൾ തന്നെ അത്യാവശ്യം കൂടുതൽ അനുഭവിക്കുന്നുണ്ട്. കാരണം വേറെ ആർക്കെങ്കിലുമൊക്കെ ആണെങ്കിൽ ഇപ്പോൾ 2 പേര് നിന്ന് സപ്പോർട്ട് ചെയ്തിട്ടൊക്കെ ആയിരിക്കും അവരുടെ ഓരോ ബിസിനസ് വെഞ്ചേഴ്സ് സ്റ്റാർട്ട് ചെയ്യുന്നത്. പക്ഷേ ലിറ്ററലി ഞാൻ ഒറ്റയ്ക്ക് എല്ലാം വെബ്സൈറ്റിൻ്റെ ഒരു സഹായം ഇല്ല. ഓർഡർ എടുക്കണമെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ട്, സൈസുകൾ പ്രശ്നം. ഞാൻ ശരിക്കും ഈ ഡ്രസ്സിൻ്റെ സംഭവം മുമ്പ് ചെയ്തിട്ട് വിട്ടത് സൈസിൻ്റെ ഒരു പ്രശ്നം വരും. എല്ലാ സൈസും എല്ലാവർക്കും ഇതാകാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഈ കാണുന്ന പോലെ ഒന്നല്ല. എൻ്റെ കണ്ണുണ്ടല്ലോ മസിൽ വീക്കായിട്ടാണ് എന്നാണ് പറഞ്ഞത്. ഇങ്ങനെ തുടിക്കുന്നത്. റന കണ്ണുണ്ടോ? നീ ശ്രദ്ധിക്കാതാവുമ്പോൾ അപ്പോഴേക്കും നിന്ന്. നമുക്ക് ഈ പഞ്ചസാര ഒന്ന് കാരമലൈസ്, എന്താ ഞാൻ പറഞ്ഞ പഞ്ചസാര കാരമലൈസ് അല്ലെങ്കിലും എന്തിനപ്പോൾ ഞാൻ ഇളക്കണം. അപ്പോൾ ഇതൊന്നും മൊരിഞ്ഞ് കിട്ടട്ടെ. എനിക്ക് മനസ്സിൽ ബേജാറ് കയറി സമയമാകുമ്പോഴേക്കും തന്നെ. ഇത് ക്രിസ്പി ആയി കഴിഞ്ഞാൽ എങ്ങനെ അറിയാമെന്ന് വെച്ചാൽ നമ്മളിങ്ങനെ അമർത്തി നോക്കുക. അപ്പോൾ ഇത് കുറച്ചായിട്ടുള്ളൂ, ശരിക്കും പൊട്ടുന്നില്ല. അപ്പോൾ ഒന്നും കൂടെ നമ്മൾ ഇളക്കി കൊടുക്കലോ ഒന്നും കൂടെ ആവട്ടെ.
മക്കാനൊക്കെ നമ്മുടെ സ്റ്റോറിൽ കൊണ്ടുവന്നാലോ എങ്ങനെയുണ്ടാവും? എന്താ നിനക്ക് പുച്ഛം? പ്രാണ ബാക്കിൽ നിന്ന് ഒരു പുച്ചിക്കൽ. നല്ല ക്വാളിറ്റിയിൽ കൊണ്ടുവരാമെന്ന് വിചാരിച്ചു. അവൾ തന്നെ എന്നെ ഡിസപ്പോയിൻമെൻറ്റ് ചെയ്തു ഗൈസ്. അപ്പോൾ വേണ്ട. എൻ്റെ ബദാം പീസിന് എത്ര ആൾക്കാരാണെന്നറിയോ എൻ്റെ കസ്റ്റമറായിട്ടുള്ളത്. ഇതും എല്ലാവർക്കും ഒന്നും കിട്ടൂല. വേണമെങ്കിൽ നോക്ക്, ഇത് ആദ്യമായിട്ട് കാണുന്ന എത്രയോ പേരുണ്ടാവും. ഇതതുപോലെ ഒരെണ്ണം ഉണ്ടായാൽ മതി ഡിസപ്പോയിൻ്റ് ചെയ്യുന്നത്. ഇവൾക്ക് ബിസിനസ് മൈൻഡ് അല്ല, നല്ല ഉറങ്ങാനുള്ള മൈൻഡ് ഉണ്ട്. ചൂട് ആയിട്ടില്ല. സിമ്മിലാക്കാം. നമുക്ക് റൂമിൽ പോവാം. ജസ്റ്റ് ഇത് രണ്ടും സിമ്മിലിരിക്കട്ടെ. കമാ നമുക്ക് അത് നമ്മൾ റൂമിൽ പോയി നിങ്ങൾക്ക് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ കാണിച്ച് തരുമ്പോഴേക്കും അത് കരിഞ്ഞു കഴിഞ്ഞാൽ അനീഷ ഒന്നും നമ്മുടെ ഓർഡറൊക്കെ എടുക്കുന്ന നമ്മുടെ ഫ്രണ്ടാണ്, സ്റ്റാഫാണ്. ഇപ്പോൾ തൽക്കാലം ഇപ്പോൾ ഞാൻ റൂമിലാണ് സാധനങ്ങൾ മൊത്തത്തിൽ വെച്ചിട്ടുള്ളത് കേട്ടോ. ഇവിടെയൊക്കെ വൃത്തിയാക്കിയിട്ടാണ് വെച്ചിട്ടുള്ളത്. വേറെ എവിടെയും നമുക്കിപ്പോൾ എൻ്റെ എന്താ പറയുക, എൻ്റെ ഒരു ഇതിൽ നിൽക്കാൻ വേണ്ടിയിട്ട് ഇപ്പോൾ ഇവിടെ വെച്ചിരിക്കുകയാണ്. ഇനി സ്റ്റാൻഡ് കാര്യങ്ങളൊക്കെ അടിക്കണം. ഈ ഒരു ഭാഗം നമുക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റുന്ന പോലെ ഒരു ബാക്ക്ഗ്രൗണ്ട് ആക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട്. പിന്നെ അപ്പുറത്ത് നമ്മുടെ ഷെൽഫുകൾ വെച്ചുകൊണ്ടിരിക്കുകയാണ്. കമാ ഇതിൻ്റെ പണികൾ ഏകദേശം ഇത്രയും ആയിട്ടുണ്ട് കേട്ടോ. ഇതൊക്കെ ഡ്രോയേഴ്സ്, ഇവിടെ ഇങ്ങനെ ഡോറ്, മുകളിലൊക്കെ പെയിൻറ്റിങ് ഒക്കെ കഴിഞ്ഞ് വന്നാൽ അടിപൊളിയായിരിക്കും. ബാ, പിന്നെ ഞാൻ ഇത് വന്നിട്ട് ഓർഡർ ആയതാണ്, പാക്ക് ചെയ്യണം. അത് നമുക്കത് കഴിഞ്ഞിട്ട് ചെയ്യാം. ബാ, അയ്യോ കരിയാണ്. പക്ഷെ ആയിട്ടില്ല അപ്പോഴും. തിരക്ക് വെച്ചാൽ ബാക്കി പണികളൊക്കെ നീ ചെയ്യോ? അറിയൂ, അങ്ങനെ അവർ വരുമ്പോഴേക്കും കുട്ടികൾ വരുമ്പോഴേക്കും കുട്ടികൾക്ക് കഴിക്കാനുള്ളത് തൽക്കാലം അല്ല, വൈകുന്നേരം ആകുമ്പോഴേക്കും ഇതാക്കി വെച്ചാൽ പിന്നെ വൈകുന്നേരം നാളെ തൊട്ട് സ്കൂൾ ലീവാണ് ഗൈസ്. എന്തൊക്കെ ഇനി ഉണ്ടാവോ ഇവരെ വെച്ചിട്ട് വീഡിയോ ഷൂട്ട് ചെയ്യുമ്പോഴേക്കും ഉണ്ടല്ലോ. വോയിസ് ഓവർ കൊടുക്കുമ്പോഴൊക്കെ ഞാൻ 1000 പ്രാവശ്യം പ്രാന്തിനെ പോലെ ഞാനിങ്ങനെ ഒച്ചടും. വോയിസ് ഓവർ കൊടുക്കണേ, ഒച്ചടല്ലേ എന്ന് പറഞ്ഞിട്ട് അയ്യ. അപ്പോൾ ബാക്കിയുള്ള ഡ്രസ്സ് എന്തെങ്കിലുമൊക്കെ കാണിക്കണമെന്ന് വിചാരിച്ചാൽ ഇനിയിപ്പോൾ ഈ വീഡിയോയിൽ സമയം ഉണ്ടാവില്ല. അപ്പോൾ ഇത് മെൽറ്റായിട്ട് വരുന്നുണ്ട് കേട്ടോ. ഇതൊരു ഗോൾഡൻ കളറാകുമ്പോൾ നമുക്കത് നിർത്താം. പഞ്ചസാര ആക്ച്വലി നല്ലതല്ല. ഞാൻ ജാഗരിയോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കി നമ്മൾ അതൊന്നും സ്റ്റോക്ക് ചെയ്തിട്ടില്ല. അതുകൊണ്ടാണ് ഇപ്പോൾ തൽക്കാലം ഞാൻ പഞ്ചസാരയിൽ ഉണ്ടാക്കി കാണിക്കുന്നത്. പിന്നെ ഒരു യൂണിറ്റ് സ്റ്റാർട്ട് ചെയ്യാൻ അത്യാവശ്യം നല്ല പാടാണ്. ഈ ടൈലേഴ്സിനെ കണ്ടുപിടിക്കണം, നോർത്ത് ഇന്ത്യൻസിന്. പിന്നെ ടൈലറിങ് മെഷീൻസ് വാങ്ങണം, എംബ്രോയിഡിങ് മെഷീൻസ് വാങ്ങണം, ഓവർലോക്ക് മെഷീൻ വാങ്ങണം, വർക്കേഴ്സ് കറക്റ്റായിട്ട് കിട്ടണം. ബുദ്ധിമുട്ടാണ്. നമുക്ക് ഇഷ്ടപ്പെട്ട പോലെ കസ്റ്റമൈസ് ചെയ്തിട്ട്. എനിക്ക് ഒരിക്കലും വേറൊരാളുടെ ഇഷ്ടത്തിനനുസരിച്ചുള്ള പ്രൊഡക്ട്സ് യൂസ് ചെയ്യാൻ ഇഷ്ടമല്ല. നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. ഇപ്പോൾ വീടാണെങ്കിലും നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നമ്മൾ കസ്റ്റമൈസ് ചെയ്യുന്നത്. അപ്പോൾ അതേപോലെ തന്നെ ഡ്രസ്സിൻ്റെ കാര്യത്തിലും അങ്ങനെയാണ് താല്പര്യം. പക്ഷേ ഒരു യൂണിറ്റ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നല്ല പണിയാണ്. നല്ല വർക്കേഴ്സ് കിട്ടിയില്ലെങ്കിൽ പിന്നെ ഞാനിരുന്ന് കരയേണ്ടി വരും. ബാക്കിയുള്ള പണികളൊന്നും ഈ ഉറങ്ങണ നേരം ഇരുന്ന് ചെയ്തു തരായിരുന്നില്ലേ? എന്തെങ്കിലും ബോധമുണ്ടോ? എത്ര നേരം ഹയാനുണ്ട് ഇവിടെ, ഒരു ഹെൽപ്പിനും വന്നിട്ടില്ല. ആ, ഞാൻ അവനെയും പറഞ്ഞു നീ നല്ല സുഖമായിട്ട് ഉറങ്ങാണല്ലോ. ആ ശരി, ഓക്കെ. അല്ലെങ്കിൽ ഇത് ഏകദേശം ആവാനായിട്ടുണ്ട്. എനിക്കിങ്ങനെ ഒറ്റയ്ക്ക് സത്യം പറഞ്ഞാൽ മതിയായിട്ടാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ ഏതൊക്കെയോ ഇൻവോയ്സ്, നീ ഉറങ്ങണ്ടെന്നല്ല ഞാൻ പറയണത്, ഏതെങ്കിലും ഇൻവോയ്സ് എന്തെങ്കിലും ഒന്ന് റെഡി ആക്കി തരാം. അവരൊക്കെ കൂടെ എന്നിട്ട് ഇങ്ങനെ ചീത്ത പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ആക്കി തന്നാൽ ശരി. ഇതപ്പോൾ അവർ പോയി ഇപ്പം അവർ മറ്റേ വീഡിയോൻ്റെ ആൾക്കാർ എന്നെ വിളിച്ച് തെറി പറയണില്ല എന്നുള്ളൂ. അവർക്ക് വൈകുന്നേരം ആകുമ്പോഴേക്കും വീഡിയോ പബ്ലിഷ് ചെയ്യണം, അതിൻ്റെ ഇത് മാറ്റിത്തരണം എന്നൊക്കെ പറഞ്ഞിട്ട് എല്ലാം കൂടെ ആകെ പ്രാന്താവുന്നുണ്ട്. കൈ പൊള്ളിയിടി.
ഇനി മതി, കരിഞ്ഞു പോകും. ഞാൻ നിർത്തുന്നുണ്ട്. എന്തായാലും ഇന്ന് വീഡിയോ എഡിറ്റ് ചെയ്യാൻ കഴിഞ്ഞു. ഇനി നമുക്ക് ഇതിനെ തൂക്കിയിട്ട് ഇതിലിടണം. അതാണ് അടുത്ത പരിപാടി. നല്ല ടേസ്റ്റാണ് കേട്ടോ. നമുക്കിത് ചെക്ക് ചെയ്ത് നോക്കാം. നന്നായിട്ട് ക്രിസ്പി ആയിട്ട് കണ്ടില്ലേ, പൊട്ടിട്ടോ. അതുപോലെ എല്ലാം ഉണ്ടോ നോക്കണം. ഓക്കെ, പൊട്ടി. യെസ്, അപ്പോൾ ഏകദേശം എല്ലാം ക്രിസ്പി ആയിട്ടുണ്ട്. അപ്പോൾ ഇതെടുത്ത് ഈ അടുപ്പിൽ വെക്കാം. നമ്മൾ ഷുഗർ മെൽറ്റ് ചെയ്തതാണ് കേട്ടോ. അതിലേക്ക് നമ്മുടെ ഈ ഒരു മഖാനാസ് എടുത്ത് നമുക്ക് പോർ ചെയ്യാം. ഒന്ന് ഇളക്കിയെടുക്കാം. ഇത് ഉണ്ടാക്കണമല്ല പാട്. നമ്മൾ കുറച്ച് വലിയ പാത്രത്തിൽ ഉണ്ടാക്കണമല്ല എന്നുണ്ടെങ്കിൽ ഇങ്ങനെ ചാടി ചാടി പോവും, തെറിച്ചു പോവും. എൻ്റെ പോയ ഒരെണ്ണം ഇവിടെ അമ്മ. പക്ഷെ ആ ഒരെണ്ണം വെറുതെ വിടാൻ തോന്നുന്നില്ല. റന വേക്കുന്നത് ദേഷ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഓരോന്നിനും നല്ല വിലയുണ്ട് റന. എനിക്കേ അറിയുള്ളൂ അതിൻ്റെ കഷ്ടപ്പാട്. ഇതൊക്കെ എല്ലാം ഉണ്ടാക്കിയെടുക്കണത്. ഇമ്പോർട്ട് ചെയ്യേ? ആ, അതിനുള്ളത് നമുക്ക് കിട്ടണ്ടേ? പൈസ കിട്ടൂലേ? നമ്മൾ പണിയെടുക്കാതെ പൈസ ഉണ്ടാക്കുക എന്നും നടക്കൂലേ ഈ ലോകത്ത്. നിന്നാലും പണിയെടുക്കാതെ പൈസ കിട്ടിയാലും അത് നിലയ്ക്കൂല്ല. അതുകൊണ്ട് ആ റിസ്ക് എടുത്താലേ എന്തെങ്കിലുമൊക്കെ ജീവിതത്തിൽ നേടാൻ പറ്റുള്ളൂ. അങ്ങനെ വെറുതെ ഇരുന്ന് തിന്നാൻ ഉദ്ദേശിക്കണ്ട. അങ്ങനെ തിന്നാൻ ഉദ്ദേശിച്ചതിനെയൊക്കെ ഞാൻ ഉപേക്ഷിച്ചിട്ടുണ്ട്. മക്കാന ബൈ വോളിയം കൂടുതലാണ്. അതിനെ സെൻഡ് ചെയ്യണത്, പാക്ക് ചെയ്യണത്, ഇമ്പോർട്ട് ചെയ്യണത് ടാസ്ക്കാണ്. അയ്യോ, ഞാൻ നിന്നോട് ഒന്നും പറഞ്ഞില്ല. എനിക്ക് ഇങ്ങനെയുള്ളവരോട് സംസാരിക്കണതേ ഇഷ്ടമല്ല. വിട്ടേക്ക്. എല്ലാറ്റിൻ്റെയും നെഗറ്റീവ് വശം മാത്രം. പിന്നെ വെറുതെ പൈസ കിട്ടോ? റിയാലിറ്റി എല്ലാറ്റിനും റിസ്ക് ഉണ്ടാകാനാ. വെറുതെ ഇത് ഒന്നും ചെയ്യാതിരിക്കണ കൊണ്ടാണ് നിനക്കത് അറിയാത്തത്. ഞാൻ അത് എടുത്തിട്ടിരിക്കുള്ളൂ. ഞാൻ ഒരു അഭിപ്രായം ചോദിച്ചോളൂ. നിർത്തി പോരെ? അപ്പോൾ ദേ നമ്മുടെ സംഭവം സെറ്റായിരിക്കുകയാണ്. അടിപൊളി. ഇനി ഇത് അപ്പോഴേക്കപ്പോൾ നമുക്ക് കഴിക്കാൻ പറ്റില്ല. അതെന്താ റീസൺ എന്ന് വെച്ചാൽ ഒന്നാമത്തെ വായ കൊള്ളും, പിന്നെ ക്രിസ്പി ആയിട്ടുണ്ടാവില്ല. ഇതിപ്പോൾ ഒരു സോഫ്റ്റ് ആയിട്ടേ ഉണ്ടാവുള്ളൂ. നോക്ക്, ഈ ഷുഗറൊക്കെ ഒന്ന് ഹാർഡായി. ഇത് കഴിക്കാൻ അടിപൊളി ടേസ്റ്റാണ്. നിങ്ങൾ ട്രൈ ചെയ്ത് നോക്ക് കേട്ടോ. എനിക്ക് പറ്റുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ ഈ സാധനം കൊണ്ടുവരും കൈസ്. റിസ്ക് എടുത്ത് ഞാൻ പൈസ ഉണ്ടാക്കുള്ളൂ. അങ്ങനെ എനിക്ക് വെറുതെ പൈസ കിട്ടണ്ട. മനസ്സിലായ? ആഹാ, റന അവിടുന്ന് മുഖം ഇങ്ങനെയൊക്കെ ആക്കുന്നുണ്ട്. എനിക്കും ഇത് കഴിക്കാൻ ഇഷ്ടമുള്ളൊരു സാധനമാണ്. ഇതിൻ്റെ ഒരു ഫോട്ടോ കിട്ടോ? നല്ലൊരു അമ്മാൻ്റെ കൈ പൊള്ളി. ഞാൻ എടുത്തോളാം. അപ്പോൾ ഇനി നമുക്ക് അവിടെ പോയിട്ട് പാക്ക് ചെയ്യാം. ഇതൊന്നും ഇവിടെ നിന്ന് തണുക്കട്ടെ, ഫ്രിഡ്ജിലേക്കട്ടെ. ഇന്ന് കുട്ടികൾ വന്നാൽ ഭയങ്കര ഹാപ്പി ആയിരിക്കും. മക്കാന കണ്ടിട്ട് കുറേ കാലമായി മക്കാനൊക്കെ ഉണ്ടാക്കിയിട്ട്. എനിക്കിതൊക്കെ ഒന്ന് അടുക്കി പെറുക്കി വെച്ച് കാണാൻ വേണ്ടിയിട്ട് ഞാനിങ്ങനെ എത്ര ദിവസമായി വെയിറ്റ് ചെയ്യണം. ഇത് കഴിയുമ്പോൾ ക്ഷീണിച്ചു. ഇനി ഈ വീഡിയോ പോയിട്ട് എഡിറ്റ് ചെയ്യണം. പിന്നെ അതിൻ്റെ ഇടയിൽ കൂടെ എഡിറ്റ് ചെയ്ത് വെച്ച ഒരു വീഡിയോ എഡിറ്റ് ചെയ്ത് ബ്രാൻഡുകാർക്ക് അയച്ചു കൊടുക്കണം. പിന്നെ വേറൊരു വീഡിയോ ഇൻസ്റ്റാഗ്രാമിലേക്ക് ഷൂട്ട് ചെയ്യാനുണ്ട്. അതിൻ്റെ ഇടയിൽ കൂടെ നമ്മുടെ ഡ്രസ്സിൻ്റെ ഷൂട്ട് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇത് റനൻ്റെ ഫ്രണ്ട് കുറച്ച് പ്രോഡക്റ്റ്സ് ചോദിച്ചിട്ടുണ്ട്. ഏതൊക്കെയാണെന്നറിയോ? ഈ ഒരു സാധനം. ഇതൊന്ന് മാത്രമേ ബാലൻസ് ഉള്ളൂ. എല്ലാം കഴിഞ്ഞു ഗൈസ്. ഇതും മസ്കാര. ബാങ്ക് കൊടുക്കണം, ബാങ്ക്. അതും കൂടെ കഴിഞ്ഞാൽ ബാങ്ക് കഴിയുള്ളൂ. അപ്പോൾ ഓക്കെ, ബാങ്ക് കൊടുത്തു കഴിഞ്ഞ് ഇനിയിപ്പോൾ നമുക്ക് ഫസ്റ്റ് വന്ന, അതായത് കസ്റ്റമേഴ്സിൽ നിന്നും വന്ന ഫസ്റ്റ് ബൾക്ക് ഓർഡർ നമ്മൾ പാക്ക് ചെയ്യാനായിട്ട് പോകുന്നത്. ഇത് ഓർഡർ ചെയ്തിരിക്കുന്നത് ആരതിയാണ്, ട്രിവാൻഡ്രത്തിൽ നിന്നും. താങ്ക് യു സോ മച്ച് ആരതി.
ഒരു 4 ഡ്രസ്സ് ഓർഡർ ചെയ്തിട്ടുണ്ട്. ഞാനിട്ട ഡ്രസ്സും ഓർഡർ ചെയ്തിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ സ്ലീവ് എത്ര വരുന്നതെന്നറിയോ? ഞാനിവിടെ എവിടെ വെച്ച് കാണിക്കാൻ വേണ്ടി വെച്ചതാണ്. സ്ലീവ് ഉള്ളിലുണ്ട്. സ്ലീവ് അറ്റാച്ച് ചെയ്യാത്തതുകൊണ്ടാണ് ഞാൻ പിന്നെ ഇന്നർ ഇട്ടിട്ടുള്ളത്. ഈ ഒരു അളവ് സ്ലീവ് വരുന്നുണ്ട്. പക്ഷേ ഇത് ഞാൻ കാണിച്ചിട്ടൊന്നും കാര്യമില്ല. 1-2 മാത്രമേ ഇനി ബാലൻസ് ഉള്ളൂ. നമുക്കിനി കിട്ടുമോ എന്നുള്ളത് അറിയില്ല. സോ ആരതിക്ക് ഒരു സ്പൂൺ കൊടുക്കാം, സ്നേഹ സമ്മാനം. ഞാൻ എന്തെങ്കിലുമൊക്കെ ഗിഫ്റ്റ് വെക്കണം വിചാരിച്ച് നോക്കിയപ്പോൾ ഈ വീട്ടിൽ നമുക്കേ ഒന്നുമില്ല. അപ്പോൾ ഐക്യ സ്പൂണാണ് കേട്ടോ. ഞാൻ എൻ്റെ മക്കൾക്ക് വേണ്ടിയിട്ട് വാങ്ങി വെച്ചതിൽ പുതിയതുണ്ടായിരുന്നു. അപ്പോൾ ആരതി എൻ്റെ ഓർമ്മയ്ക്കും വേണ്ടിയിട്ട് ഒരു സ്പൂണുണ്ട്. 2 വെക്കാം അല്ലേ? ആരതിക്ക് 2 സ്പൂണുകൾ നമ്മൾ ഗിഫ്റ്റായിട്ട് വെക്കുന്നുണ്ട് ഗൈസ്. വേറെ ഒന്നുമില്ല. 2 സ്പൂണ്. പക്ഷെ ഇന്ന് ഈ വീഡിയോ കാണും, അറിയുമോയെന്ന് അറിയില്ല. സോ അവർ 2 സ്പൂണും ഗിഫ്റ്റായിട്ട് വെച്ചിട്ടുണ്ട്. വേറെ എന്തെങ്കിലുമൊക്കെ ഗിഫ്റ്റിന് ഞാൻ വാങ്ങണം വിചാരിക്കുന്നുണ്ട്. പക്ഷെ ഇത് ഇന്ന് തന്നെ ഡിസ്പാച്ച് ചെയ്യാനുള്ളതുകൊണ്ടാണ് പിന്നെ അങ്ങനെ ആയത്. ഓക്കെ, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. പക്ഷെ ഇന്നലെയൊക്കെ കുറേ ഓർഡറൊക്കെ നമ്മൾ ചെയ്തു. ഇത് കുറച്ചും കൂടെ ബൾക്കായതുകൊണ്ടാണ്. അയ്യോ ഒട്ടി, അയ്യോ ആകെയുള്ളൊരു കവറായിരുന്നു കുറച്ചൊരു. കൊടുക്കൂല ഗൈസ്, തോറ്റു കൊടുക്കൂല, നമ്മളോടാ കളി. സെറ്റ്. അടുത്തത് അഡ്രസ്സ് ബ്ലറാക്കിക്കോളൂ. ആരതിയുടെ റെഡി. നെക്സ്റ്റ് ആരായിരുന്നു? ഡോക്ടർ ജോഹ്റ, താങ്ക് യു സോ മച്ച്. പിന്നെ അടുത്തത് ഇതൊക്കെ പാക്ക് ചെയ്തുകൊണ്ട് നമുക്ക് ഗിഫ്റ്റ് വെക്കാൻ പറ്റിയില്ല. ഓക്കെ, ഇനി ഇത് പാക്ക് ചെയ്യാം. ആമിന ഇതാരാ? ആമിന സുധീർ 2 ഇത് പാക്ക് ഓർഡർ ചെയ്തിട്ടുണ്ട്. സോ ബാലൻസ് ഉള്ള 1 സ്പൂണ് ഞാൻ വെക്കുന്നുണ്ട് ഗൈസ്. കിട്ടാത്തവർ എന്നോട് ക്ഷമിക്കണം, എൻ്റെ വേറെ സാധനങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ടാണ്. ഇതൊക്കെ ഉണ്ടല്ലോ, കുറച്ച് പ്രിൻ്റുകൾ, കുറച്ച് ഒന്നിലും ഒരു അളവിൽ ഒരു കളറായിരിക്കുന്നു. ഇത് കഴിഞ്ഞൂലേ? ഇത് കഴിഞ്ഞു. പിന്നെ ഇതുണ്ട് കേട്ടോ, ഇത് അടിപൊളി സാധനമാണ്. ഇന്നലെ ഞാൻ വീഡിയോയിൽ ഇട്ട് കാണിച്ചിട്ടുണ്ടായിരുന്നു. പടച്ചോനെ മാറി, ഞാൻ ഇത് എടുത്തു. ഞാൻ എന്നിട്ട് അഡ്രസ്സ് മാറ്റും. മാനുവലി എടുക്കുന്നതുകൊണ്ട് കുറച്ച് നല്ല പ്രയാസമാണ് കേട്ടോ നമുക്ക് ഓർഡേഴ്സൊക്കെ പാക്ക് ചെയ്യണതും എന്നുള്ളത്. ഇത് നമ്മുടെ കയ്യിലുള്ള ലാസ്റ്റ് പീസാണ്. ഹിബാക്കുള്ള ഷോർട്ട് കുർത്തിയൊക്കെ നമ്മൾ റീസ്റ്റോക്ക് ചെയ്യണമെന്ന് വിചാരിക്കുന്നുണ്ട്. എപ്പോൾ ആകുന്നൊന്നും എനിക്കറിയില്ല. എന്തൊക്കെയോ ഇതിൻ്റെ പുറകെ കുറേ വേറെയും കാര്യങ്ങൾ ചെയ്യാനുണ്ട് കേട്ടോ. ഒന്നും ചെയ്യാൻ പറ്റാത്തത് കൊണ്ടൊക്കെ അതിൻ്റെ നല്ല ഫ്രസ്ട്രേഷൻ ഉണ്ട്. ഇനിയിപ്പോൾ നമ്മുടെ ഇത് ഒന്ന് രജിസ്റ്റർ ചെയ്തെടുക്കണം. ഞാൻ ഇത് കഴിഞ്ഞിട്ടൊന്ന് പുറത്തേക്ക് പോയാലോ എന്നൊക്കെ ആലോചിക്കുന്നുണ്ട്. രജിസ്ട്രേഷൻ ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാം. അത് മറന്നു. ഞാനും പാക്ക് ചെയ്യാൻ നിന്നാൽ മിക്കവാറും പണി കിട്ടുമെന്ന് തോന്നുന്നു. എനിക്കതേപോലെ ഒരാളെയും കൂടെ ഹയർ ചെയ്യണം. ഹിബക്ക് വേറൊരു സാധനം കൂടി ഉണ്ട്. ഹിബ ചോദിച്ചത് പ്രൈസ് പറഞ്ഞിട്ടില്ല റന, അത്യാവശ്യം കോസ്റ്റ്ലിയാണ്. കുഴപ്പമില്ലല്ലോ. നമ്മുടെ ചൈന ഞാൻ യൂസ് ചെയ്യുന്ന മസ്കാര ഹിബക്ക് വേണമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇതിൽ വെക്കട്ടെ? റീസെല്ലിംഗ് ഇല്ല, ഹോൾസെയിൽ മാത്രം. റീസെല്ലിംഗ് ഇപ്പോൾ ഒരു എൻക്വയറിയാണ്, റീസെല്ലിംഗ് തരുമോ എന്ന് പറഞ്ഞിട്ട്. പക്ഷെ അതിലുള്ളൊരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ റീസെല്ലിങ്ങിന് ഞങ്ങളുടെ നിന്ന് ഫോട്ടോ എടുത്തിട്ട് നിങ്ങൾ ആർക്കെങ്കിലും കാണിച്ചു കൊടുക്കുമ്പോഴേക്കും ഈ സാധനം വേറെ ആരെങ്കിലുമൊക്കെ എടുത്തിട്ട് പോയിട്ടുണ്ടാവും. അപ്പോൾ റീസെല്ലിംഗ് നമുക്കത് പോസിബിൾ ആവും എന്ന് തോന്നുന്നില്ല. നമ്മുടെ ഓൺ യൂണിറ്റൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടൊക്കെ ആണെങ്കിൽ നമുക്ക് ആ പ്രൊഡക്റ്റ് വീണ്ടും കൊണ്ടുവരാൻ പറ്റും. പക്ഷേ ഇതിൽ അങ്ങനെ പറ്റില്ല. അതുകൊണ്ട് പിന്നെ ഹോൾസെയിൽ മാത്രമേ ചെയ്യുന്നത്. നമ്മുടെ ഒരു 5,000-10,000 രൂപ ഉള്ളൂ. കുറച്ച് ഡ്രസ്സുകൾ എടുക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ ഹോൾസെയിൽ പ്രൈസിന് മൊത്തത്തിൽ നിങ്ങൾക്ക് സെയിൽ ചെയ്യാൻ പാകത്തിനുള്ള കുറച്ച് ഐറ്റംസ് ആക്കിയിട്ട് അങ്ങനെ ചെയ്ത് തരുന്ന ഒരു പ്രൊവിഷൻ മാത്രമേ നമുക്കുള്ളൂ കേട്ടോ. ഇത് ഹിബാൻ്റെ സെപ്പറേറ്റ് മാറ്റി വയ്ക്കുന്നുണ്ട്. പിന്നെ എല്ലാവരും ഓർഡർ ചെയ്യുന്നതിന് പകരം ഇങ്ങനെ കോളൊക്കെ ചെയ്യും. ഇവിടുത്തെ ഈ ഒരു തിരക്കും കാര്യങ്ങളും ഒന്ന് ആലോചിച്ച് നോക്കിയിട്ട് എങ്ങനെയാണ് കോൾ ചെയ്ത് സംസാരിക്കുക. അനീഷ ഒന്ന് നോക്കുക, അതിൽ മെസ്സേജ് വന്നിട്ടുണ്ടാവും. അതുകൊണ്ടാണ് തോന്നുന്നത് അവർ കോൾ ചെയ്യുന്നത്. സ്റ്റാഫുടെ ഫോണാണ് അത്. അത് സ്റ്റാഫാണ് അതെല്ലാം ഹാൻഡിൽ ചെയ്യുന്നത്. ഞാൻ ഇടയിൽ കൂടെ ഇങ്ങനെ ഓടിച്ചാടി അവർക്കുള്ള ഇൻസ്ട്രക്ഷൻസ് കാര്യങ്ങൾ കൊടുക്കുക, അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഡ്രോയേഴ്സ് എല്ലാം വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ അതിൽ ഒരു ഡിസൈൻ കൊടുക്കുന്നുണ്ട്. നല്ല ഭംഗിയിലൊരു എന്താ പറയുക, ഒരു ഫോറിൻ സ്റ്റൈലിൽ ഡിസൈൻ എന്തെങ്കിലും ഡ്രോയേഴ്സിൽ കൊടുത്തു കഴിഞ്ഞാൽ ഇവിടുത്തെ വർക്ക് നമ്മുടെ ഞാൻ ഐബ്രോവിൻ്റെ ആദ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല, ആ ഒരു സാധനമാണ്. ഇതെങ്ങനെ ഉണ്ടാവുകയെന്ന് വെച്ചാൽ ഇത് നമ്മൾ സെയിൽ ചെയ്യാൻ ഞാൻ കൊണ്ടുവരാൻ ഉദ്ദേശിക്കുന്നുണ്ട്. ഇത് ഇമ്പോർട്ട് ചെയ്യുന്ന സാധനമാണ്. സോ ഇതിന് പ്രൈസ് കൂടുതലുണ്ടാവും.
ചുരുങ്ങിയത് 750 രൂപയെങ്കിലും ഈ ഒരു സാധനത്തിന് വരും. ഇവിടെ 800-ഉം 900-ത്തിനൊക്കെ ഉണ്ട് ഏതൊരു ബ്രാൻഡിൻ്റെ. പക്ഷെ അതിനേക്കാളും അടിപൊളി ക്വാളിറ്റിയാണ്. ഞാനിപ്പോൾ ഇത് 1 വർഷമായിട്ട് യൂസ് ചെയ്യുന്നൊരു സാധനമാണ്. പിന്നെ ഞാൻ ഇത് കിട്ടാനും വേണ്ടി വീണ്ടും ചൈനയിലേക്ക് പോകേണ്ടി വന്നു. അപ്പോൾ കുറച്ച് പ്രോഡക്റ്റ്സ് മാത്രം എടുത്തിട്ട് വന്നിട്ടുള്ളൂ. ഇപ്പോൾ ചോദിച്ചാൽ കിട്ടില്ല. നിങ്ങൾക്ക് ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ പ്രീ ഓർഡർ ചെയ്തോളൂ. 750 രൂപ വരും. പിന്നെ അതുപോലെ മസ്കാര അടിപൊളി സാധനമാണ്. നമുക്ക് ഫോൾസ് ഐലാഷസ് ഒന്നും വെക്കേണ്ട ആവശ്യമില്ല. ഇത് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഓൺ മസ്കാര ഇങ്ങനെ നല്ല വിടർന്ന് ഇങ്ങനെ നിൽക്കും. അതിൻ്റെ പ്രത്യേകത എന്നുള്ള ബാക്കിയുള്ള ഹൈ എൻഡിലുള്ള മേക്കപ്പിലുള്ള മസ്കാരസ് ഒരുമാതിരി കട്ട പിടിച്ച പോലെ നിൽക്കും. പക്ഷെ ഈ മസ്കാരന്റെ പ്രത്യേകത നമ്മുടെ ലാഷസ് എല്ലാം സെപ്പറേറ്റ് ആയിട്ട് ഒരു നാച്ചുറൽ ഓരോന്നും ഇങ്ങനെ വിടർന്ന് ഇങ്ങനെ നിന്നിട്ട് നമുക്ക് ഓൾറെഡി നമുക്കുള്ള ഐലാഷസ് ഒന്ന് ഭംഗിയായിട്ട് കാണിക്കുക എന്നുള്ളതാണ് അതിൽ വരുന്നത്. അപ്പോൾ ഈ ഒരു സാധനം ഇതുപോലെ നമ്മൾ തിരിച്ചു കഴിഞ്ഞാൽ ബ്രൗൺ കളറാണ് വരുന്നത്. അതുകൊണ്ടാണ് നമുക്ക് പുരികം വരച്ച പോലെ തോന്നാത്തതും ആ ഒരു ഷേപ്പായിട്ട് നാച്ചുറലായിട്ട് തന്നെ ഉള്ളതും. ഓക്കെ, ഇത് വരച്ചതിന് ശേഷം വരയ്ക്കല്ല ഒന്ന് ഷെയ്ഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്കൊന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കുക അങ്ങനെ. അപ്പോൾ നല്ല ഷേപ്പിൽ നിൽക്കും. പിന്നെ ഒരു കാര്യം ഞാൻ പറയാം, നമ്മൾ ചെറിയ കുട്ടികൾക്ക് ഈ ഒരു ഐലാഷസ് ഐബ്രോ പെൻസിൽ വാങ്ങിയിട്ട് ചെറുതായിട്ട് ഒരു ടിപ്പാണ് ഞാൻ റനക്കുട്ടിക്കൊക്കെ ചെറുതിൽ ചെയ്തതും ഞാൻ ചെയ്തൊരു ടിപ്പാണ്. കുറച്ച് ആവണക്കെണ്ണ ഞാൻ തലേ ദിവസം ഇതിലിങ്ങനെ ആക്കി വെക്കും. എന്നിട്ട് രാവിലെ എണിച്ചിട്ട് വരഞ്ഞു കൊടുത്തിട്ട് ചീർപ്പിൽ, പണ്ട് ഈ സാധനമൊന്നും ഇല്ലാത്തതുകൊണ്ട് ചീർപ്പിൽ ഷേപ്പ് ചെയ്യും. അതുകൊണ്ട് നമ്മുടെ പുരികം ചെറുതിനെ ഷേപ്പ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ചില കുട്ടികൾക്ക് പുരികം ഇങ്ങനെ ഉണ്ടാവും. റൈനാന്റെ പുരികം അങ്ങനെയാണ്. ഞാൻ ചെറുത് തന്നെ ചീകി കൊടുത്തിട്ടാണ് അത് അത്യാവശ്യം ഷേപ്പായിട്ട് വന്നത്. അപ്പോൾ അങ്ങനെ ചെയ്യാൻ ഈ ഒരു ബ്രഷ് ഹെൽപ്പ് ചെയ്യും. സോ ഈ ഒരു സാധനം 750 രൂപ വരും. അതേപോലെ ഈ ഒരു മസ്കാര 800 രൂപ വരും. ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ പ്രീ ഓർഡർ മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ. എൻ്റെ ഒരു പൈസയുടെ സാധനമില്ല. ഉള്ളത് ഞങ്ങളുടെ ഓൺ യൂസിന് വേണ്ടി ഞങ്ങൾ മാറ്റി വെച്ചിരിക്കും. സപ്പോസ് കിട്ടിയില്ലെങ്കിലോ കണ്ടു ഞാൻ ജസ്റ്റ് കാണിച്ചു തരാം എന്തൊക്കെയാണ് ഉള്ളത് എന്നുള്ളത്. കാലിൽ ഞാൻ ഡ്രസ്സ് ചവിട്ടല്ല കേട്ടോ, അടിയിലാണ് കാല് വെച്ചിട്ടുള്ളത്. ഞാൻ ലാസ്റ്റ് അവിടെ നിന്ന് പർച്ചേസ് ചെയ്ത് സെയിൽ ചെയ്യാനും അതിൻ്റെ ഒരു മോഡലിനും വേണ്ടി മാത്രം പർച്ചേസ് ചെയ്ത കുറച്ച് ഐറ്റംസ് ആണ് നിങ്ങൾ ഇതൊക്കെയാണ് നമ്മൾ അവിടെ നിന്ന് പർച്ചേസ് ചെയ്തിട്ടുള്ള സാധനങ്ങൾ. എന്തിനാണെന്ന് വെച്ചാൽ ഞാൻ ഫസ്റ്റ് ഇത് വാങ്ങി യൂസ് ചെയ്ത് എനിക്ക് സാറ്റിസ്ഫൈഡ് ആയി, കുഴപ്പമൊന്നുമില്ല, നല്ലതാണെന്ന് തോന്നിയാൽ മാത്രമേ ഞാൻ സെയിൽ ചെയ്യാറുള്ളൂ പൊതുവെ. അങ്ങനെ നമ്മൾ വാങ്ങിച്ച ഐബ്രോ പെൻസിൽസ്, മസ്കാര, ഐലൈനർ, ബ്രൗൺ ഷെയ്ഡൊക്കെ ആയിരിക്കും കൂടുതലായിട്ട് ഉണ്ടാവുക. അങ്ങനെ വാങ്ങിച്ച സാധനങ്ങളാണ് ഇത്. നമ്മൾ കിട്ടുവാണ്, അവൈലബിൾ ഉണ്ട് എന്നുണ്ടെങ്കിൽ നമ്മൾ അറിയിക്കാം കേട്ടോ. ലഞ്ച് ബോക്സ് ഏതെങ്കിലും ഉണ്ടോ? കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ജസ്റ്റ് ഇതിന് നോക്കിക്കോ, ഉണ്ടാവും. ഫോണിലിപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ ഫുള്ള് ഡ്രസ്സിൻ്റെ ഉണ്ടാവും. മാനുവലായിട്ട് എടുക്കുന്നതുകൊണ്ട് എല്ലാം നമുക്ക് പ്രോപ്പറായിട്ട് നോക്കാൻ പറ്റില്ല. ഇത് വേറൊരാൾക്ക് അയച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് എടുത്തതാണ്, അവർക്ക് പാക്ക് ചെയ്യുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇൻഷാല്ലാ നമുക്ക് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറ്റൊരു വീഡിയോയിൽ കാണുന്നവരെ ഇൻഷാല്ലാ ടേക്ക് കെയർ. അസ്സലാമു അലൈക്കും.